Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good Good afternoon. afternoon, ma'am. Good afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Clear പാടുന്നുണ്ട്. ആരാ prayer? ഞാനാ മിസ്. സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. മാളവിക. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധു വിളിക്കുന്നു ഞങ്ങൾ. കരളിന്റെ പൂക്കൾ നിൻ പാദധാരിൽ കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങി. വിജ്ഞാനദീപം നിറകതിർ ചൂടാൻ നേരിന്റെ പാത നയിക്കേണമേ നീ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കരളിന്റെ പൂക്കൾ നിൻ പാദധാരിൽ കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ. കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ. മാളവിക നന്നായിട്ട് പാടിയല്ലോ. പാട്ട് പാടോ മാളവിക? ആ മിസ്, പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ക്ലാസ്സിൽ ബോറടിക്കുമ്പോ ഇടയ്ക്ക് മാളവികയുടെ പാട്ട് കേൾക്കല്ലേ? ഞാനാ സൈനിങ് നേരം. സൈനിങ് സൈനിങ് റോഷ്ന ഉണ്ടോ? ഗ്രൂപ്പിൽ കയറിയിട്ടുണ്ടോ? റോഷനുണ്ടല്ലോ. സൈനിങ്ങിന് രണ്ടുപേരാണ്, ഒന്ന് ഞാനും ഒന്ന് റോഷ്നിയാണ്. അന്ന് മോള് തുടങ്ങിക്കാം. സീമ തുടങ്ങിക്കോളൂ. ഞാൻ പറയല്ലേ. റോഷ്ന വന്നോ? ഇല്ലല്ലോ. ഓക്കെ, റോഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ. സ്റ്റാർട്ട് ചെയ്യട്ടെ മാം. ഞാനൊരു കഥ പറയാൻ പോകുന്നത്. സ്റ്റോറി, മലയാളം സ്റ്റോറി. ചിന്നക്കാക്കയും മിന്നക്കാക്കയും വലിയ കൂട്ടുകാരായിരുന്നു. ഒരു ദിവസം അവർ തമ്മിൽ വെറുതെ ഒരു തർക്കം. ഞാനാണ് നിന്നേക്കാൾ മിടുക്കി. അല്ല, മിടുക്കി അല്ലെന്ന്, ഞാൻ തന്നെ മിടുക്കി. ആര് പറഞ്ഞു? കൂടുതൽ മിടുക്കി എന്തായാലും എനിക്കേ വരും. അങ്ങനെയാണോ? എങ്കിൽ നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം. ശരി, ഞാൻ റെഡി. കേട്ടോളൂ, ഇതാണ് പന്തയം. കനം കുറഞ്ഞ സഞ്ചി കാലിൽ തൂക്കി പറക്കണം. ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന ആൾ ആയിരിക്കും വിജയ്. ശരി, എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ രണ്ടുപേരും പന്തയത്തിന് തയ്യാറായി. ചിന്നു ദുഷ്ടമനസ്സുള്ള ഒരു കാക്കയായിരുന്നു. അവൻ സ്വന്തം സഞ്ചിയിൽ തുണ്ടുകൾ നിറച്ചു. മിന്നുവിന്റെ സഞ്ചിയിൽ പക്ഷേ ഉപ്പാണ് നിറച്ചത്. ഇരുവരും പറന്നു തുടങ്ങി. ചിന്നു മിന്നുവിനേക്കാൾ ഉയരത്തിൽ പറന്നു. കാരണം അവന്റെ സഞ്ചിക്കുള്ളിൽ ഉണ്ടായിരുന്നത് കനമില്ലാത്ത പഞ്ഞിത്തുണ്ടുകളായിരുന്നു. പഞ്ഞിത്തുണ്ടുകളായിരുന്നുവല്ലോ. ഉപ്പ് സഞ്ചി കൊണ്ട് പറക്കേണ്ടി വന്നതിനാൽ മിന്നുവിന് അത്ര ഉയരത്തിൽ പറക്കാൻ കഴിഞ്ഞില്ല. കാക്കകൾ പറന്നു തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. ചിന്നുവിന്റെ പഞ്ഞിത്തുണ്ടുകൾ മഴത്തുള്ളികൾ വീണ് നനഞ്ഞ് കുതിർന്നു. അവരുടെ സഞ്ചിക്ക് ഭാരം കൂടി. മിന്നുവിന്റെ സഞ്ചി ഉപ്പാവട്ടെ മഴവെള്ളത്തിൽ അലിഞ്ഞു പോവുകയും ചെയ്തു. അതോടെ സഞ്ചി കനം കുറഞ്ഞു. അങ്ങനെ മിന്നു ഉയരത്തിൽ പറക്കുകയും പന്തയത്തിൽ വിജയിക്കുകയും ചെയ്തു. ദുഷ്ടയായ ചിന്നു കാക്ക ഇതിൽ നിന്ന് ഒരു പാഠം പഠിച്ചു. എന്തെന്നറിയുമോ? മറ്റുള്ളവരെ ചതിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും വിജയിക്കാൻ സാധിക്കുകയില്ല. എപ്പോഴും സത്യം മാത്രമേ വിജയിക്കുകയുള്ളൂ. താങ്ക് യു. നല്ല കഥയായിരുന്നു അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നസീമ. Okay, ma'am. Good afternoon, ma'am, and good afternoon to all my friends. I'm Nasima from Manjeri. ഇന്നത്തെ സൈനിന് ഞാൻ എടുത്ത ടോപ്പിക് ഗുഡ് ഹാബിറ്റ്സ് ടു ചേഞ്ച് യുവർ ലൈഫ്.
വേണ്ട, ആ ഒരു ലൈഫ് ആയിക്കോട്ടെ, എനിക്കൂടും ബാധകാണല്ലോ. പറയട്ടെ മാം. സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനൊക്കെ അങ്ങോട്ട് പോയാൽ മതിയോ? എന്തെങ്കിലുമൊക്കെ കുറച്ച് മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നാ അത് ഉപകാരമാവുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തൂടെ? നോക്കാല്ലേ? നമ്മുടെ ലൈഫ് ഒന്ന് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാന്, കുറച്ച് ഡിസിപ്ലിൻ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവാന് ഒരു 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെ. പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്നതിനും ഉണരുന്നതിനും ഒരു സമയനിഷ്ഠ വേണം. തോന്നുമ്പോൾ അങ്ങോട്ട് കിടന്നുറങ്ങുക, തോന്നുമ്പോൾ അങ്ങോട്ട് എണീക്കുക. അങ്ങനെ പോയാൽ അതിലൊരു ഡിസിപ്ലിൻ ഉണ്ടാവില്ല. സ്ലീപ്പ് ടൈം നമുക്ക് ഫിക്സ് ചെയ്യാൻ കഴിഞ്ഞാല് നമ്മളെ ഡിസിപ്ലിന്റെ ഒരു ആദ്യ പാടാണത്. ഡിസിപ്ലിൻ ജീവിതത്തിൽ കൊണ്ടുവരാൻ തുടങ്ങിയാൽ തന്നെ അത് എല്ലാ കാര്യങ്ങളിലും റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. ശരിയല്ലേ മാം? അപ്പൊ ഇനി മുതൽ രാത്രി മാക്സിമം ഞാൻ ഇത്ര മണിക്ക് കിടന്നുറങ്ങും എന്നുള്ള ഒരു പ്രതിജ്ഞ നമ്മൾ എടുക്കാം. ചില സമയങ്ങളിലൊന്നും നമുക്കതിന് പറ്റിയില്ലെന്ന് വരും. പക്ഷെ നമ്മൾ ഒരു വീട്ടമ്മമാരൊക്കെ ആകുമ്പോൾ നമുക്ക് പല കാര്യങ്ങളുണ്ടാവും. എന്നാലും പോട്ടെ, മാക്സിമം നമുക്ക് പറ്റുന്ന ദിവസങ്ങളിൽ അത് അങ്ങനെ തന്നെ പ്രവർത്തിക്കാൻ നോക്കാം. ഇനിയിപ്പോ രാവിലെ എണീക്കാൻ നോക്കുമ്പോൾ ആർക്കും ഓഫീസിലൊന്നും പോകാനില്ലല്ലോ, സ്കൂളും ഇല്ല, കുട്ടികൾക്ക് ചോറും ഉണ്ടാക്കണ്ട. അതുകൊണ്ട് എന്താണ്, കുറച്ച് ടൈം കൂടി ഉറങ്ങാന്ന് വിചാരിക്കും. കുറച്ച് നേരം കിടന്നുറങ്ങുക. അങ്ങനെ ചെയ്യരുത് കേട്ടോ. എല്ലാ ദിവസവും അത് ഓഫ് ഡേ ആയിക്കോട്ടെ, വർക്കിംഗ് ഡേ ആയിക്കോട്ടെ, ഉറങ്ങാന്ന് പറഞ്ഞാല് നമ്മൾ ഒരേ സമയത്ത് തന്നെ ഉറങ്ങുകയും ഒരേ സമയത്ത് ഉണരാനും ശ്രമിച്ചാല് നമുക്ക് നല്ല പ്രോപ്പറായിട്ടുള്ള ഉറക്കം നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങളെ സെൽഫ് കെയറിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്? നിങ്ങളെ നല്ല ഞാനായാലും നമ്മള് ബാക്കിയുള്ളവരെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ടാവും അല്ലെ? പക്ഷെ നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ടോ? സെൽഫ് കെയർ അത് പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾക്കാണ് കേട്ടോ സംഭവിക്കുന്നത്. ഭർത്താക്കന്മാരെ കാര്യവും മക്കളെ കാര്യവും വീട്ടിലുള്ള കാര്യങ്ങളും പിന്നെ നമ്മള് അച്ഛനമ്മമാര് പ്രായമായാലും എങ്ങനെ എല്ലാ കാര്യം ചെയ്യാൻ നമുക്ക് സ്ത്രീകൾക്ക് പ്രത്യേക ഒരു കഴിവുണ്ട് അല്ലെ? ഒരടുപ്പത്ത് പെട്ടെന്നൊരു വിരുന്നാര് വരാറുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ മനസ്സിലുണ്ടാവും. ഒരേ സമയം തന്നെ പല പാകം ചെയ്യുന്ന കാര്യവും കുട്ടികളെ കാര്യവും വീട്ടിലത്തെ കാര്യം ഒക്കെ നമ്മുടെ മൈൻഡിലുണ്ടാവും. ശരിക്കും പറഞ്ഞ ആണുങ്ങൾക്ക് അത്രയും ചെയ്യാൻ പറ്റൂല എന്നാ പറയല അടുക്കള കാര്യങ്ങൾ. അവരൊക്കെ വീമ്പളക്കുമെങ്കിലും നമുക്കാണ് അതിനുള്ള ഒരു കഴിവെന്ന് നമ്മൾ പറയലുണ്ട്. അങ്ങനെ എല്ലാ കാര്യവും നോക്കുന്നതിന്റെ ഇടയിലും നമ്മളെ കാര്യങ്ങൾ നമ്മൾ മാറ്റി വെക്കൂലേ? അപ്പൊ സ്ത്രീകൾ മാത്രമല്ല കേട്ടോ, ആണുങ്ങൾക്കുണ്ട് ഇങ്ങനെ ചെയ്യണ കാര്യങ്ങളൊക്കെ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയും ഞാൻ എന്റെ സമയം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെലവഴിച്ചിക്കാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിച്ചു എന്നൊക്കെ പറയും. എന്നാലും ഞമ്മക്കായിട്ട് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈം നമ്മൾ കണ്ടെത്തല്ലേ. പേഴ്സണൽ ഹാപ്പിനെസ് എന്ന് പറയുന്ന കാര്യങ്ങൾ അതിന്റെ ആദ്യ പടി എന്ന് പറയുന്നത് സെൽഫ് കെയർ ആണ്. നമുക്ക് വേണ്ടി കുറച്ച് ടൈം മാറ്റിവെക്കാൻ പറ്റണം. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം. അതിപ്പോ മ്യൂസിക്, ഫുഡ്, ട്രാവല്, ഡ്രസ്സ്, അങ്ങനെ നല്ലൊരു ഡ്രസ്സ് ഇടാന് അല്ലെങ്കിൽ എവിടെയും പോകാനൊക്കെ ഉള്ള ആഗ്രഹങ്ങൾ ഉണ്ടായി അതിനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. അതിനുള്ള എക്സ്പെൻസ് ആലോചിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വേണ്ട, അത് മക്കൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞ് അതിന് കാര്യത്തിന് അടക്കാം, അല്ലെങ്കിൽ നമ്മള് കുടുംബത്തിലെ മറ്റെന്തെങ്കിലും കാര്യത്തിന്, അപ്പോഴും നമ്മളത് അങ്ങോട്ട് മാറ്റിവെക്കുക ചെയ്യാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമുക്ക് അതും പ്രധാനമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഗീവ് ഇമ്പോർട്ടൻസ് ഫോർ യുവർ സെൽഫ് കെയർ. ഓക്കെ. ഇനി മൂന്നാമത്തെ കാര്യം, എക്സസൈസ് ചെയ്യുന്നുണ്ടോ നിങ്ങളെല്ലാവരും? ഞാൻ ചെയ്യലില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ ചേഞ്ച് എനിക്കും കൂടി ബാധകമാണെന്ന് പറഞ്ഞത്. അപ്പോ ഡെയിലി ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് നമ്മൾ എക്സസൈസിന് വേണ്ടിയിട്ട് മാറ്റിക്കണം. നമ്മളെ ബോഡി മൂവ്മെന്റ്സ് ഇപ്പോ പല കാരണം കൊണ്ട് റെസ്ട്രിക്റ്റ് ആണ് അല്ലെ? നമുക്കറിയാം, ഡിജിറ്റൽ ലോകത്തേക്ക് കയറിയ പിന്നെ ഒറ്റ ഇരിപ്പാണ്. ഫോണായാലും മറ്റു കാര്യങ്ങളായാലും അത്യാവശ്യത്തിന് മാത്രമാണ് നമ്മളെ ബോഡിയിൽ ബോഡി മൂവ്മെന്റ്സ് വരുന്നത്. നമ്മളെ എല്ലാ ബോഡി പാർട്സിനും ഈക്വലി ഒരു എക്സസൈസ് കിട്ടണം എന്നില്ല. സോ പ്രോപ്പറായിട്ടുള്ള ഒരു എക്സസൈസ് പ്ലാൻ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവണം. അപ്പോഴാണ് ശരീരം കുറച്ചുകൂടി ഫ്ലെക്സിബിളും ഒന്ന് ഹെൽത്തി ആയിട്ട് ഇരിക്കാണ്ടാവുക. ഇനിയിപ്പോ നാലാമത്തെ കാര്യം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങളൊന്ന് ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കണം. നമ്മൾ പലതും കഴിക്കണ്ടില്ലേ? ആവശ്യമില്ലാത്തതും വാരി വലിച്ച് നമ്മൾ പലതും തിന്നും ചെയ്യും. കുട്ടികളതും വലിയതുമായിട്ട് ബാക്കിയുള്ള അടുക്കളയിൽ ബാക്കി വരുന്ന സാധനങ്ങൾ ഒരു വേസ്റ്റ് ബോക്സിന്റെ പോലെയാണ് നമ്മൾ വയറിന് നമ്മൾ കാണാം. പലരും അങ്ങനെയാണെന്നല്ല കേട്ടോ, ഞാനൊക്കെ ഒരുപാട് ഈ പ്രായത്തിനിടയിൽ അങ്ങനെ കഴിച്ചിട്ടുണ്ട്. അതാണ് അങ്ങനെ പറയണത്. അപ്പോ നമ്മള് ഒരുപാട് എക്സ്പെൻസ് ആയിട്ടുള്ള ഫുഡുകൾ വാങ്ങി കഴിക്കണം എന്നല്ല, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്ന് പറയുമ്പോൾ കഴിക്കുന്ന കാര്യങ്ങൾ എന്തായാലും ഒരേ ടൈമിൽ കഴിക്കാൻ നോക്കുക. വാരി വലിച്ച് കഴിക്കാതിരിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. അപ്പൊ തന്നെ നമ്മളെ ഹെൽത്തി ആയിട്ട് നിൽക്കും. ബാക്കി വരുന്നതൊക്കെ നമ്മളെ വയറ്റിലേക്ക് ഇടാനായിട്ട് ശ്രമിക്കരുത്. പിന്നെ അത് നമുക്ക് തന്നെ നല്ല പണി കിട്ടും. അത് നമ്മള് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അത് നമ്മളെ ആരോഗ്യം, നമ്മളെ സന്തോഷം തന്നെ, അത് നമ്മളെ ഉത്തരവാദിത്വമാണ്. സോ ഈറ്റ് ഹെൽത്തി. ഇനി അഞ്ചാമത്തെ കാര്യം,
നിങ്ങൾ എന്തെങ്കിലും ഒരു പുസ്തകം ഡെയിലി ഒരു 20 മിനിറ്റ് വായിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായാലും മതി, ജസ്റ്റ് ഒരു 20 മിനിറ്റ്സ്. അത് നല്ല പോസിറ്റീവ് വൈബ് തരുന്ന നമ്മളെ ഒരു ഇൻസ്പയർ ചെയ്യുന്ന കാര്യം, അറിവാകുന്ന ഒരു കാര്യം തന്നെ ആയിക്കോട്ടെ. ഇനിയിപ്പോ വായിക്കാൻ ഇഷ്ടല്ലേ, വേണ്ട, എത്ര പോഡ്കാസ്റ്റുകളുണ്ട് അല്ലെ? പോഡ്കാസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു 20 മിനിറ്റ് എങ്കിലും അതൊന്ന് പ്ലേ ചെയ്ത് കേൾക്കാൻ ശ്രമിച്ചൂടെ? നമുക്ക് മൈൻഡ് റിലാക്സ് ആകാൻ ഉപകാരമാവില്ലേ? ഇനിയിപ്പോ രാത്രി അതിന് ടൈമില്ലെങ്കിൽ പോട്ടെ, പോഡ്കാസ്റ്റ് കേൾക്കാൻ വേണ്ടി മാത്രം എന്തിനാ നമുക്ക് ഒരുപാട് ടൈം, നമ്മൾ വർക്കിംഗ് ടൈമിലോ നമ്മൾ ജോലി ചെയ്ത് അടുക്കളയിലൊക്കെ ജോലി പക്ഷെ ടെൻഷനോട് കൂടി ജോലി ചെയ്യുമ്പോൾ അതൊക്കെ കേട്ടിരിക്കണം നമ്മൾ ജോലികളൊക്കെ. ഞാനങ്ങനെ ചെയ്യാട്ടോ. ഞാൻ ഒരുപാട് പാട്ടുകൾ, ഇഷ്ടപ്പെട്ട പാട്ടുകൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് എത്ര ഭാരമുള്ള പണികളാണെങ്കിലും ആ പാട്ട് പ്ലേ ചെയ്തിട്ട് ഞാൻ എന്റെ പണികൾ എടുക്കുകയാണെങ്കിൽ അത് എനിക്ക് ഈസി ആയിട്ട് തീരലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത്. അങ്ങനെ പോഡ്കാസ്റ്റുകൾ അത് നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് നല്ല നല്ല പോഡ്കാസ്റ്റുകളായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ഉപകാരപ്രദമായ കാര്യങ്ങളാണ്. പിന്നെ അപ്പൊ ഒരു ദിവസത്തിലെ കുറച്ച് സമയമെങ്കിലും നമ്മൾക്ക് വേണ്ടിയിട്ട്, നമ്മളെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ് പറയാൻ പോണത്. നിങ്ങളൊക്കെ ചെറുപ്രായമാണ്, എന്റെ പ്രായമൊന്നും ആയിട്ടില്ല. ഈ പ്രായമാകുമ്പോക്ക് ജീവിച്ചത് നിങ്ങൾക്കും വേണ്ടി ജീവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നണം. ഒരുപാട് പ്രായം കഴിഞ്ഞു വരുമ്പോൾ നമ്മളൊരു സൈഡാവും. മക്കളൊക്കെ ഉയരത്തിലെത്തുമ്പോൾ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് അവരുടെ നന്മകൾ ഉയർച്ചയൊക്കെ കാണുമ്പോൾ. എന്നാലും നമുക്ക് തോന്നരുത് വേസ്റ്റ് ആയിപ്പോയല്ലോ ജീവിതം, നമ്മളൊന്നും ചെയ്തില്ലല്ലോ എന്ന് തോന്നരുത്. എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ആഗ്രഹങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു തീർക്കാൻ നോക്കണം. മാം സമയം വൈകിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങനെ സൈനിന്റെ സമയത്തൊക്കെ പറയണേ. എന്റെ 1-2 ആഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ മാം. എനിക്ക് സ്പീഡ് ബോട്ട് പോകണം. പ്രായത്തിനെ വെല്ലുന്ന മനസ്സാണ് കേട്ടോ എനിക്ക്. എന്റെ മക്കളെപ്പോഴും പറയാറുണ്ട്, ഞാൻ ശരീരത്തിന് പ്രായത്തിന് അനുസരിച്ചല്ല എന്റെ ചിന്താഗതികൾ. എനിക്ക് സ്പീഡ് ബോട്ട് പോകാൻ ഭയങ്കര ഇഷ്ടം. അങ്ങനെ മോൾ ഒരു പ്രാവശ്യം കോഴിക്കോട് നിന്ന് എന്നെ സ്പീഡ് ബോട്ട് കയറ്റി വിട്ടു. അതെനിക്കിഷ്ടം. അതുപോലെ നല്ല നീളത്തിൽ ആടുന്ന ഊഞ്ഞാലയിൽ ആടാൻ എനിക്കിഷ്ടമാണ്. സിബ് ലൈനിൽ പോകാൻ ഇഷ്ടമാണ്. പക്ഷെ ഹസ്ബൻഡിന് ഒരു ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഇന്നെ അതിൽ കയറ്റി വിട്ടിട്ടില്ല ഇതുവരെ. സിബ് ലൈനിൽ പോകുമ്പോ ഇനിയിപ്പോ വെയിറ്റ് കൂടുതലാണോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല. ചിലപ്പോ അതിൽ കയറാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. അതുപോലെ നമ്മൾ മേൽഭാഗം തുറന്ന് കിടക്കുന്ന കാറില്ലേ മാം, ചില കാറിന്റെയൊക്കെ മേൽഭാഗം തുറന്ന്, ആ കാറിൽ നല്ല സ്പീഡിൽ യാത്ര ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. അതിൽ എണീറ്റ് നിന്നിട്ട് പൊട്ടത്തരങ്ങൾ ഇക്കാരം നിങ്ങൾക്ക് കേൾക്കുമ്പോ, പക്ഷെ അതൊക്കെ എന്റെ കൊച്ചു ആഗ്രഹങ്ങളാണ്. പിന്നെ മലേന്റെ മുകളിൽ നിന്നിട്ട് നന്നായിട്ട് കൂവാൻ എനിക്കിഷ്ടമാണ്. അതുപോലെ വെറുതെ ഒഴിഞ്ഞ സ്ഥലത്ത് കടൽത്തീരത്ത് എവിടെങ്കിലും പോയിരുന്നിട്ട് പാട്ട് കേട്ടിട്ട് ഇരിക്കുക, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എല്ലാം കൂടി പറഞ്ഞാൽ നിങ്ങൾ ഓഫാക്കി പോവും. അതൊക്കെയാണ്. അപ്പൊ അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തി നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് റിലാക്സ് ചെയ്ത്, പല ടെൻഷനുകൾ ഉണ്ടാവും. പക്ഷെ ഇങ്ങനത്തെ സമയത്ത് മ്യൂസിക് കേൾക്കുന്ന സമയത്തൊക്കെ നമ്മളെ ടെൻഷൻ നമ്മളെ മറക്കുക, തൽക്കാലം ആ ഭാരം ഇങ്ങോട്ട് ഇറക്കി വെക്കുക. ഇപ്പൊ നമ്മൾ പല ആൾക്കാരും പറയണ കേൾക്കല്ലേ യൂട്യൂബിൽ, ഒരു കയ്യിൽ ഇങ്ങനെ ഒരു സാധനം താങ്ങി പിടിച്ചാൽ എത്ര സമയം കണ്ട് നമുക്കത് നിൽക്കാൻ പറ്റും എന്നുള്ളത്. അതുപോലെയാണ് നമ്മളെ ടെൻഷനുകളൊക്കെ. തൽക്കാലം അതൊന്ന് ഇറക്കി വെച്ചിട്ട് അതിനൊന്നാണ് മറക്കാൻ ശ്രമിക്കുക. അങ്ങനെ ക്രമേണ നമ്മൾ ചെയ്യുമ്പോൾ ആ ടെൻഷനെ നമ്മൾ വിട്ടങ്ങോട്ട് പോകും. നമ്മൾ സന്തോഷത്തിനുള്ള സമയം കണ്ടെത്തുമ്പോൾ നമ്മള് ബ്രെയിനിലൊക്കെ അതിനുള്ള ഹോർമോണുകളൊക്കെ ഉൽപ്പാദിപ്പിക്കും. അപ്പൊ നമ്മള് ഹാപ്പി ആയിട്ടിരിക്കും. സോ സൈനിങ് കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു. സൂപ്പർ ആയിട്ട് പറഞ്ഞല്ലേ നസീമ. നസീമ ഒന്ന് ക്യാമറ ഒന്ന് ഓൺ ചെയ്യോ? ക്യാമറ ഒന്ന് ഓൺ ചെയ്യോ? നസീമ ഒന്ന് കാണാനായിട്ടാ. പോയോ നസീമ? കാണുന്നില്ലല്ലോ. ഇല്ലതാ. ഓക്കെ, ഒരു കയ്യടി കൊടുത്ത എല്ലാവരും. സൂപ്പർ സൂപ്പർ ആയിട്ടോ. എന്നെ കൊണ്ടൊന്നും പറ്റില്ലാന്ന് കേട്ടോ മാം. കാരണം ഞാൻ ഇവരെ കൂടെ ഇങ്ങനെ ഏജ് ഓവറായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആളാണ്. ഏജ് ഓവർ മാത്രമല്ല, എഡ്യൂക്കേഷനിലും ഞാനാണ് എനിക്ക് തോന്നുന്നത് ഈ ക്ലാസ്സിൽ ഏറ്റവും പിന്നോക്കം. പക്ഷെ മനസ്സിന് മാത്രം ചെറുപ്പമാണ്. ഇപ്പൊ കുട്ടികളെ കൂടെ കളിക്കാനും അതുകൊണ്ട് എന്റെ മക്കൾക്ക് പുറത്ത് കൂട്ടുകാരുടെ അടുത്തൊന്നും അങ്ങനെ പോകണം എന്നില്ല. ഓല അധികം ഒന്നും പോവലില്ല, പോവും ചെയ്യും എന്നല്ല. പക്ഷെ വെറുതെ ഉണ്ടല്ലോ വീട്ടിലിരിക്കുന്ന സമയത്ത് പുറത്തൊന്നും പോവില്ല. എന്റെ കൂടെ അങ്ങനെ സംസാരിച്ച് ചിരിയും കളിയൊക്കെ ആയിട്ട് ഇരിക്കാനാണ് ഇഷ്ടം. അതിനും വേണ്ടിയിട്ട് ഭർത്താവ് കുറച്ച് ചൂടാണ് കേട്ടോ.
രണ്ടാളും കൂടി ഒരേപോലെ ആയിട്ടുണ്ടെങ്കിൽ മക്കള് വഷളാവില്ലേ? അപ്പൊ മക്കള് പറയും നിങ്ങൾ രണ്ടാളും ഞങ്ങൾക്ക് ആവശ്യമാണ്, നിങ്ങളെ പോലെ ആണെങ്കിൽ ഞങ്ങൾ പറ്റ വഷളാവും ചെയ്യും. ഹസ്ബൻഡ് അത്യാവശ്യം നല്ല സ്ട്രിക്റ്റാ, അപ്പൊ അതും മക്കൾക്ക് വേണമല്ലോ. നല്ല സ്ട്രിക്റ്റ് ആണ്. ക്യാമറ ഒന്ന് ഓൺ ചെയ്യോ? നല്ല സ്ലാങ്ങും അല്ലെ, കേൾക്കാത്ത സ്ലാങ് ഒക്കെ ആയതുകൊണ്ട് കേട്ടിരിക്കാൻ നല്ല രസം പറയുന്നത്. മലപ്പുറം ജില്ല സ്ലാങ് ആണ്. ഓക്കെ മാം, ക്ലാസ്സിലേക്ക് കടക്കണേ. നീ തോട്ട്സ് ആരാ? ശ്രുതി. എന്റെ പേര് സാജിദ. സാജിദ. Today's quote: kind words are short and easy to speak, but their echoes are truly endless. Mother Teresa. ഓക്കെ, ഇനി വേറെ ഒന്നുമില്ലല്ലോ, ക്ലാസ്സിലോട്ട് കിടക്കാം നമുക്ക്. ഓക്കെ, ഒന്ന് മ്യൂട്ട് ആക്കിക്കോളൂ കേട്ടോ, എല്ലാവരും ഒന്ന് മ്യൂട്ട് ആക്കിക്കോളൂ. ടെക്സ്റ്റ് ബുക്ക് എല്ലാവർക്കും കിട്ടിയായിരുന്നോ? ഞാൻ കിട്ടിയില്ല. കിട്ടിയിട്ടില്ല. ആർക്കും കിട്ടിയിട്ടില്ല? ഇല്ല മാം. കിട്ടിയിട്ടില്ല മാം. നിങ്ങൾ ഓഫീസിലോട്ട് വിളിച്ച് ചോദിച്ചായിരുന്നോ എന്നാ കിട്ടാന്ന് അറിയോ? days ഒക്കെ പറയുന്നു. 10 days ഒക്കെ ആയി കാര്യം പറഞ്ഞു. കിട്ടുമായിരിക്കും, ഈ വീക്കിൽ ചിലപ്പോ കിട്ടും. ഓക്കെ ഓക്കെ, നമ്മുടെ പാർട്ട് 1 യൂണിറ്റ് 3 ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് ചാപ്റ്റർ ആണ് എടുക്കുന്നത് കേട്ടോ. നമ്മള് ഫുഡിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, എന്തായിരുന്നു ഫുഡ് എന്ന് പറഞ്ഞാല്? ഒരു മനുഷ്യന്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടതായിട്ടുള്ള, അല്ലെ ആണോ? ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തായിരുന്നു ഫുഡ്? എങ്ങനെയുള്ള ഫുഡ് കഴിക്കേണ്ടത് നമ്മള്? ന്യൂട്രീഷ്യസ് ഫുഡ്. ന്യൂട്രീഷ്യസ് ഫുഡ്. ന്യൂട്രീഷൻ മാത്രം കഴിച്ചാൽ മതിയാ? ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. പിന്നെ സമീകൃത ആഹാരം, അല്ലെ, ബാലൻസ്ഡ് ഡയറ്റ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത്. നോക്കിക്കോളൂ, ടെക്സ്റ്റ് ബുക്ക് ഇല്ലല്ലേ, അപ്പൊ മിസ് വായിക്കാം. The growing children require healthy food for their proper development. എന്താണ് അങ്ങനെ പറഞ്ഞാല്? ഫസ്റ്റ് സെന്റൻസ് എന്താണ്? The growing children require healthy food for their proper development. ചിൽഡ്രന്, അല്ലെ, വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് എന്താണ് ആവശ്യം? അവരുടെ പ്രോപ്പർ ആയിട്ടുള്ള വികസനത്തിന്, ഡെവലപ്മെന്റിന് ഹെൽത്തി ഫുഡ് ആവശ്യമാണ്. Preschool children need to get lot of nutrition and energy from their food as they are growing and developing speedily as they have small stomachs. The food they eat should provide energy and nutrition is a compact form. എന്താ പറയുന്നത്? വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളല്ലേ, പ്രീ സ്കൂൾ ചിൽഡ്രൻ. എന്തായിരിക്കും? ഏത് ഇയർ തൊട്ട് ഏത് ഇയർ വരെയാ പ്രീ സ്കൂൾ ചിൽഡ്രൻ എന്ന് പറഞ്ഞാല്? ഏത് ഇയർ തൊട്ട് ഏത് ഇതാണ്? ഏത് ഏജ് തൊട്ട് ഏത് ഏജ് വരെയാണ്? 3 to 5 വരെ. 3 to 6 കേട്ടോ. ഓക്കെ, 1 തൊട്ട് 6 വയസ്സ് വരെയുള്ള പിള്ളേരുകളെയാണ് നമ്മൾ പ്രീ സ്കൂൾ ചിൽഡ്രൻസ് എന്ന് പറയുന്നത്. അവർക്ക് നമുക്കറിയാം എന്താണ്, നമ്മുടെ മക്കളൊക്കെ ആ പ്രായം കഴിഞ്ഞവരാണല്ലേ. അപ്പൊ അവരുടെ വയറെന്ന് പറയുന്നത് എന്താണ്? വലുതാണോ? അല്ല, ചെറുതാണല്ലേ, ചെറിയ വയറായിരിക്കും. അപ്പൊ അതിനുള്ളിൽ, ആ വയറ്റിനുള്ളിൽ കൊള്ളുന്ന അത്ര രീതിയിലുള്ള ഫുഡ് വേണം നമ്മൾ കൊടുക്കാൻ. അങ്ങനെ കൊടുക്കുമ്പോ എന്ത് നമ്മൾ അടങ്ങിയിട്ട് വേണം കൊടുക്കാനായിട്ട്? എന്തടങ്ങിയ ഫുഡ് വേണം കൊടുക്കാനായിട്ട് അവർക്ക്? ഹെൽത്തി ഫുഡും ന്യൂട്രീഷൻ ഫുഡ്സും ആയിട്ട് നോക്കി കൊടുക്കണം. കൊടുക്കണം, അല്ലെ, അവരുടെ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെന്റിനനുസരിച്ചുള്ള നല്ല ന്യൂട്രീഷണൽ ആയിട്ടുള്ള, പോഷകങ്ങളുള്ള, അതുപോലെ തന്നെ ധാതുലവണങ്ങള്, അങ്ങനെ എല്ലാം അടങ്ങുന്ന ഫുഡ് ആയിരിക്കണം നമ്മൾ കൊടുക്കാനായിട്ട്. ഇനി നോക്കി, എന്താണ്
in the lack of the required measure of nutrition and the child face incapability to cope with the situation with his age demands. ഇനി അവന് ഉതകുന്ന രീതിയിൽ നമ്മള് അവന് എന്താണ് നല്ല രീതിയിലുള്ള ഫുഡല്ല നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ന്യൂട്രീഷൻ അല്ലെങ്കിൽ പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഫുഡ് അല്ല നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അവന് എന്തായിരിക്കും ഉണ്ടാവുന്നത്? അവരുടെ വളർച്ചയിൽ അത് ബുദ്ധിമുട്ടും, അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ്സിന് അത് പ്രോപ്പർ ആയിരിക്കില്ല. പിന്നെ എന്തൊക്കെ സംഭവിക്കാം? അവരുടെ എല്ലാം ഹെൽത്ത്, ഹൈറ്റ്, വെയിറ്റ് എല്ലാം കൊണ്ടും അവർ വന്നിട്ട് നമ്മൾ പ്രോപ്പർ ഫുഡ് അവരുടെ പ്രോപ്പർ ഏജിൽ കൊടുക്കാണ്ടിരിക്കുമ്പോൾ അത് പ്രോപ്പർ ആയിരിക്കില്ല. എല്ലാത്തിലും എന്തെങ്കിലും ചെറിയ ചെറിയ കുറവുകൾ അവരുടെ അടുത്ത് നമുക്ക് പിന്നീട് കാണാൻ പറ്റും. അപ്പൊ കണ്ടില്ലെങ്കിലും പിന്നീടിക്കാണ് അതറിയാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഇങ്ങനെ നല്ല രീതിയിലുള്ള ഫുഡല്ല, ന്യൂട്രീഷൻ പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഫുഡല്ല കൊടുക്കുന്നതെങ്കിൽ എന്തൊക്കെ അസുഖങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക? എന്തൊക്കെ അസുഖങ്ങൾ വരും? അനീമിയ, അനീമിയ, വൈറ്റമിന്റെ കുറവ്, വൈറ്റമിന്റെ കുറവ് അല്ലെ? മുഖത്തൊക്കെ ഇങ്ങനെ പാടുകളൊക്കെ വരാറില്ലേ? അതൊക്കെ എന്താ? വൈറ്റമിൻസിന്റെ കുറവാണ്. പിന്നെ എന്താണ്? കേട്ടില്ല മിസ്, ക്ലിയർ ആയില്ല. വെയിറ്റ് ലോസ് ഉണ്ടാവില്ലേ? ഇമ്മ്യൂണിറ്റി കുറയില്ലേ? ഇതൊക്കെ എന്താണ്? നല്ല രീതിയിലുള്ള നല്ല പോഷകങ്ങളുള്ള ആഹാരമെല്ലാം നമ്മൾ കൊടുക്കുന്നതെങ്കിൽ എന്തുണ്ടാവും? കുട്ടിക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവും, ഇമ്മ്യൂണിറ്റിയുടെ കുറവുണ്ടാവും, പെട്ടെന്ന് അസുഖങ്ങൾ വരും. പെട്ടെന്ന് അസുഖങ്ങൾ വരും. അതാണ് ഇമ്മ്യൂണിറ്റി കുറവ് മൂലം എന്താണ് പെട്ടെന്ന് അസുഖങ്ങൾ വരാം. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി therefore, patients and the teachers must see that the children get the food required for their growth and power. They should be given food which is healthy in hydrocarbons, proteins and minerals and vitamins. എന്താ പറയുന്നത്? സോറി, കാർബോഹൈഡ്രേറ്റ് ആണ് കേട്ടോ. അപ്പൊ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബോഹൈഡ്രേറ്റ് അന്നജം. ഓക്കെ, കാർബോഹൈഡ്രേറ്റ് മീൻസ് അന്നജം. പ്രോട്ടീൻസ് എന്താ? പ്രോട്ടീൻസ് മാംസ്യം. മിനറൽസ് എന്താണ്? മിനറൽസ് ധാതുക്കൾ, ധാതു ലവണങ്ങൾ. വൈറ്റമിൻസ് അറിയാലോ, ജീവകങ്ങൾ. ഓക്കെ, ഇങ്ങനെയുള്ള ഫുഡ് വേണം കൊടുക്കാനായിട്ട്. ടീച്ചർമാരായാലും പേരൻസ് ആയാലും ശ്രദ്ധിക്കേണ്ടതാണ്. വൈറ്റമിൻസ്, അന്നജം, അതുപോലെ മിനറൽസ്, പ്രോട്ടീൻസ്, മാംസ്യം, അതൊക്കെ അടങ്ങിയ ഫുഡ് വേണം കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? മനസ്സിലായോ? ഫസ്റ്റ് പാരഗ്രാഫ് ഫുഡിനെ കുറിച്ചാണ് അല്ലെ? നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന കുട്ടികള് എത്ര തൊട്ട് എത്ര ഇയർ വരെയുള്ള കുട്ടികളാണ്? 4 വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് അല്ലെ? നമ്മുടെ കയ്യിൽ കിട്ടുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാല് കുഞ്ഞു മക്കളാണ്. അപ്പൊ അവർക്ക് നമ്മൾ ഫുഡ് കൊടുക്കുമ്പോ പേരൻസ് ആയാലും അതുപോലെ തന്നെ ടീച്ചർമാരായാലും ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള ഫുഡുകൾ വേണം അവർക്ക് കൊടുക്കാനായിട്ട്. ഓക്കെ, ഇനി പറഞ്ഞത് എന്താണ് ഇതില്? നല്ല രീതിയിലുള്ള ഫുഡല്ല, ന്യൂട്രീഷൻസ്, പോഷകങ്ങള്, അന്നജം, മിനറൽസ് ഇവ അടങ്ങിയ ഫുഡ് വേണം കൊടുക്കാൻ. ഇങ്ങനെയുള്ള ഫുഡുകൾ കൊടുക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് എന്തൊക്കെ അസുഖങ്ങളാണ് ഉണ്ടാകുന്നത് നിങ്ങൾക്കറിയാം. എന്താണ്? വൈറ്റമിൻസിന്റെ കുറവ്, അതുപോലെ എന്താണ് പ്രതിരോധ ശക്തി നഷ്ടപ്പെടാം അല്ലെ? ക്ലാസ്സിലൊക്കെ വന്നിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഉറക്കം വരാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കില്ലേ? ഇനി നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ എന്ത് തരത്തിലുള്ള ഫുഡാണ് കൊടുക്കാറ്? ഇന്ന് എന്താ കൊടുത്തിരുന്നത് കാലത്തൊക്കെ രാവിലെ? പാല്, വെരി ഗുഡ്. വീട്ടിലുണ്ടാക്കുന്ന പിന്നെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. വീട്ടിലുണ്ടാക്കുന്നതാണ് കൊടുക്കുന്നത് അല്ലെ? പുറത്തുനിന്ന് വാങ്ങിച്ച് ഫുഡ് കൊടുക്കാറുണ്ടോ കുട്ടികൾക്ക്? ഇല്ല മാഡം. ഇല്ല, എല്ലാവരും അപ്പൊ നല്ല നല്ല അമ്മമാരാണ് അല്ലെ? അല്ല മാം, കൊടുക്കാറുണ്ട്. വല്ലപ്പോഴും കൊടുക്കാറുണ്ട്. വല്ലപ്പോഴും കൊടുക്കാറുണ്ട്. എപ്പോഴും അല്ല, പിള്ളേര് ആഗ്രഹം പറയുമ്പോ ബിരിയാണി ഒക്കെ വേണമെന്ന് പറയുമ്പോ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കും. ഓക്കെ,
അങ്ങനെയുള്ള പറഞ്ഞ പോലെ നമ്മൾ എത്ര അൺഹെൽത്തി ആണെന്ന് പറഞ്ഞാലും ഇടയ്ക്ക് കുട്ടികൾ പുറത്തുനിന്നുള്ളത് നമ്മൾ കൊടുത്തില്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോകുമ്പോ അവരത് വല്ലാത്തൊരു ആർത്തിയോടെയാണ് അവരത് നോക്കുക. അപ്പോ അതുകൊണ്ട് മാത്രം ഇടയ്ക്ക് കൊടുക്കാറുണ്ട്, എന്നാൽ എപ്പോഴും അങ്ങനെ ഒരു ശീലമില്ല. പുറത്തുനിന്നുള്ള വാസന കേൾക്കുമ്പോ കുട്ടികൾക്ക് അതന്നെ വേണ്ടി വരും. പക്ഷെ നമുക്ക് ഉണ്ടാക്കാട്ടോ. ഞാനും ഞാൻ ഷവായൊക്കെ ഉണ്ടാക്കി നല്ല അടിപൊളി കഴിഞ്ഞ്. അതുപോലെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം കുട്ടികൾക്ക് ഇഷ്ടത്തിന് അത്ര സാധനങ്ങളൊക്കെ. എല്ലാം ഇപ്പൊ യൂട്യൂബിൽ കാണാൻ പറ്റുമല്ലോ. അത് നല്ല കുക്കറിലൊക്കെ വേവിച്ചതിനൊക്കെ ഉണ്ടാക്കിയിട്ടേ നല്ല നമുക്ക് ചിക്കൻ ആണെങ്കിലും നല്ല ഉഷാറായിട്ട് ഉണ്ടാക്കും. നിങ്ങളൊക്കെ ഉണ്ടാക്കണ നെയ്ച്ചോറ് ബിരിയാണി ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. നമ്മൾ ഉണ്ടാക്കിയത് കിട്ടാറില്ല അല്ലെ? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? ഇവരുടെ ഫുഡ് ടേസ്റ്റി ഫുഡാണ്. അതുപോലെ നമുക്ക് നമുക്ക് ഇഷ്ടം നമുക്കാവും ചെയ്യില്ല. എന്താണ് വെജിറ്റബിൾ ഓണത്തിന്റെ കറികളൊക്കെ നിങ്ങള് ഓണത്തിന് സദ്യ വെജിറ്റബിൾസ് ഓക്കെ. ഓണസദ്യ ഹിന്ദുക്കൾ ഉണ്ടാക്കുന്ന പോലെ സൂപ്പർ ആയിരിക്കും. പായസവും അതുപോലെ സാമ്പാറൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അവർക്ക്. പിന്നെ ഇപ്പൊ എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റുന്നത് ഫാസ്റ്റ് ഫുഡ് തന്നെ, യൂട്യൂബിലൊക്കെ നോക്കിയിട്ട്. അപ്പൊ നമുക്ക് കെമിക്കൽ ഒന്നും ചേർക്കണ്ടല്ലോ. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തവർ എത്ര പേരുണ്ട് ക്ലാസ്സില്? എല്ലാരും കഴിച്ചോ ബ്രേക്ക്ഫാസ്റ്റ്? ഞങ്ങൾക്ക് നോയമ്പാണ്. അയ്യോ, നിങ്ങൾക്ക് നോയമ്പാണ്, അത് മറന്നുപോയി. ഞങ്ങള് കുറച്ച് നേരത്തെ കഴിച്ചു നോമ്പല്ലേ. ഓക്കെ. പിന്നെ വേറെ ആരെങ്കിലും മുസ്ലിം കുട്ടികളല്ലാതെ ആരെങ്കിലും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തവരുണ്ടോ? ഇല്ല. ബ്രേക്ക്ഫാസ്റ്റ് ആരും കേട്ടോ. നമ്മുടെ എന്താണ് ഒരു ദിവസത്തെ എനർജി എന്ന് പറയുന്നത് ഏതിൽ നിന്നാണ് കിട്ടുന്നത്? ഏത് ഫുഡിൽ നിന്നാണ് കിട്ടുന്നത്? കാലത്ത് കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കരുത്. ഇനി നെക്സ്റ്റ് സെന്റൻസ്, ഫസ്റ്റ് പാരഗ്രാഫ് നിങ്ങൾക്കൊന്ന് വായിക്കണോ? മൈൻഡിലൊന്ന് റീഡ് ചെയ്യണോ? എന്തെങ്കിലും സെന്റൻസ് ബുദ്ധിമുട്ടുണ്ടോ? ഒന്ന് വായിച്ചു നോക്കി ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന്. എഴുതാക്കി ഇട്ട് തരാം മിസ്. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണോ കേട്ടോ. ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചോ. മിസ്സേ, ഇന്ത ലാക്ക് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? എന്താണ് ലാക്ക് എന്നുള്ള വാക്കിന്റെ അർത്ഥം? ഇൻ ദ ലാക്ക് ഓഫ് ദ റിക്വേർഡ് മെഷേഴ്സ് ഓഫ് ന്യൂട്രിയൻസ് എന്നുള്ള ലാക്ക് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? ലാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഈ നമ്മള് ഫുഡുകള് കുറവ്, ഇങ്ങനെയുള്ള പോഷകങ്ങളൊക്കെ നമ്മള് കൊടുക്കാത്തത് മൂലം അവർക്ക് എന്താണ് അങ്ങനെയുള്ള എനർജി സപ്ലൈസ് ഒന്നും കിട്ടില്ലല്ലോ അവരുടെ ശരീരത്തിൽ. അതുപോലെ തന്നെ പോഷകങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്താ രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞു. നെക്സ്റ്റ് പാരഗ്രാഫ് ഒന്ന് നോക്കാം കേട്ടോ. Though the food is highly required for the normal functions of the human body and presentation of its health, in input excessive quantity of food will do more harm than good. Therefore, every human being has to regulate the input of food. എന്താ പറയുന്നത് ആ സെന്റൻസില്? Though the food is highly required for the normal functions of the human body. എന്താണ്? നല്ല രീതിയിലുള്ള ഫുഡ് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയില്, ഹ്യൂമൻ ബോഡിയില് നോർമൽ ഫങ്ഷനിങ് കൃത്യമായിട്ട് നടക്കണമെങ്കിൽ എന്താവശ്യമാണ്? എന്താണ് ആവശ്യം? പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് നമ്മൾ ഇൻടേക്ക് ചെയ്തിരിക്കണം. ഫുഡ് കഴിച്ചിരിക്കണം അല്ലെ? നമ്മുടെ ഹ്യൂമൻ ബോഡി അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഫങ്ഷനിങ് നടക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ഫുഡുകള് കഴിച്ചിരിക്കണം. ഇനി നമ്മള് കഴിക്കുന്നത് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എക്സസീവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ,
ഫുഡിന്റെ ക്വാണ്ടിറ്റി, നമ്മുടെ ഹ്യൂമൻ ബോഡിയിലേക്ക് കഴിക്കുന്ന ഫുഡിന്റെ ക്വാണ്ടിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? അധികമായാൽ അമൃതം വിഷം എന്ന് പറയാറുണ്ട് അല്ലെ? എന്താണ് അതിന്റെ അർത്ഥം? എന്താണ്? പല അസുഖങ്ങളും വരും. അസുഖങ്ങൾ വരും അല്ലെ? ഇപ്പോ കൂടുതൽ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് താങ്ങാൻ പറ്റുന്നതിലധികം ഫുഡുകൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാല് എന്താ? നമ്മുടെ ഫാറ്റ്, നമ്മുടെ ബോഡിയിൽ കലോറീസ് എന്താ? കലോറീസ് എന്തായിരിക്കും? നമ്മുടെ ബോഡിയിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോ എന്താണ്, ഫോർ എക്സാമ്പിൾ പറയാം, കൂലിപ്പണിക്കാരൻ അല്ലെങ്കിൽ ഇപ്പൊ നോർമലി നമ്മൾ കമ്പ്യൂട്ടറിന് മുന്നിൽ വർക്ക് ചെയ്യുന്ന വ്യക്തി, ആ രണ്ട് വ്യക്തികളുടെ ഫുഡിങ്ങിൽ എന്തായിരിക്കും വ്യത്യാസം? ഇപ്പൊ കൂടുതൽ ഫുഡ് കഴിച്ച് കൂലിപ്പണിക്കാരൻ എന്തായിരിക്കും? കൂടുതൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അയാൾക്ക് കൂടുതൽ ഫുഡ് കഴിക്കേണ്ടതായിട്ട് വരില്ലേ? ആണോ? ഓക്കെ. വരും അല്ലെ? അയാളുടെ ബോഡി കൂടുതൽ സ്ട്രെയിൻ എടുക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അയാൾക്ക് കൂടുതൽ നല്ല രീതിയിൽ ഫുഡ് കഴിക്കേണ്ടതായിട്ട് വരും. ഇനി അയാളുടെ എമൗണ്ട് പോലെ, അയാളുടെ കഴിക്കുന്ന ഫുഡിന്റെ എമൗണ്ട് പോലെ ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്താ സംഭവിക്കാം? ഞാൻ അയാളുടെ പോലെ വർക്ക് ചെയ്യുന്നുണ്ടോ? കലോറി ബേൺ ചെയ്ത് പോകുന്നുണ്ടോ? വോമിറ്റിംഗ് അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. പിന്നെ എന്ത് വരാൻ ചാൻസ് ഉണ്ട്? വോമിറ്റിംഗ് വരും. പിന്നെ അവർക്ക് ജിമ്മിൽ പോകണ്ട, നമുക്ക് ജിമ്മിൽ പോകേണ്ടി. അവരുടെ ജിം ബോഡി അമ്പിളി മാത്രം ഒന്ന് പറയൂ. അവരുടെ അല്ല അവർക്ക് ബോഡി ആയിരിക്കും പറയാ. സബീന എന്താ പറഞ്ഞത്? ദഹന പ്രക്രിയക്ക് ബുദ്ധിമുട്ട് വരും. ദഹനക്കുറവ്. അവർക്കെല്ലാം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കുറച്ചു നേരം നടക്കുമ്പോ കിതയ്ക്കും, കയറ്റം കയറാൻ പറ്റില്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. എപ്പോഴും ഒരു ജോലി ചെയ്യാൻ, എപ്പോഴും ഉറക്കം തൂങ്ങിയ അവസ്ഥ ആയിരിക്കും. ഒരു ജോലി ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഒബിസിറ്റി കൂടും. ഫാറ്റ് കൂടി കഴിഞ്ഞാൽ ഒന്നും ബേൺ ചെയ്ത് പോണില്ലല്ലോ, ഒക്കെ അതിൽ തന്നെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് നിൽക്കല്ലേ. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഷുഗർ വരാൻ സാധ്യത ഉണ്ട്, ഫാറ്റി ലിവർ വരാൻ സാധ്യത ഉണ്ട്. അതിന്റെ പിന്നാലെ ബാക്കിയുള്ള ഹേട്ടൻ അഞ്ചന്മാരെല്ലാവരും വരും. അല്ലെ? അതേ ഒരെണ്ണം വന്ന് കിട്ടിയാൽ മതി നമുക്ക്. ഷുഗറോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഒക്കെ വന്നാൽ മതി, ബാക്കി പിന്നാലെ എല്ലാം വരും. പ്രഷർ, കൊളസ്ട്രോള്, ബാക്കി എല്ലാ അസുഖങ്ങളും വരും അല്ലെ? ഓക്കെ. എത്ര കണക്ട് ആയിട്ട് നിൽക്കുകയാണ്. ഒന്ന് ഇങ്ങോട്ട് കൂടി കഴിഞ്ഞാല് തൈറോയിഡ്, മറ്റു കാര്യങ്ങളെല്ലാം ഒന്നിനോടൊന്ന് കണക്ട് ചെയ്ത് നിൽക്കുക. ശരീരത്തിൽ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോ, പ്രവർത്തനങ്ങൾ നടക്കാതിരിക്കുമ്പോ ഒന്നൊന്നിന്റെ പിന്നാലെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഒന്നിൽ കേന്ദ്രീകരിച്ചിരിക്കായിരിക്കും. അത് ശരിയാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ബാക്കി അസുഖങ്ങളൊക്കെ കുറെ മതിയാവും. നമ്മൾ എന്താ ചെയ്യുക? എല്ലാത്തിനും മരുന്ന് കുടിക്കും. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്താ പറയാ, നമുക്ക് മൈൻഡ് ഡിപ്രഷൻ ആണത് വരെ വിറ്റാമിൻ ഡിന്റെ കുറവുണ്ട്. പക്ഷെ നമ്മള് വെയിലൊന്നും കൊള്ളൂലല്ലോ, സ്ത്രീകളും മിക്കവാറും വെയിൽ കൊള്ളൂല. ഞാനൊക്കെ അങ്ങനെ തന്നെയാണ്. വിറ്റാമിൻ ഡിന്റെ കുറവുകൊണ്ട് വരുന്ന അസുഖങ്ങൾക്കൊക്കെ ആയിരിക്കും നമ്മൾ മരുന്ന് കുടിക്കുക. വിറ്റാമിൻ ഡി നമ്മൾ ചെക്ക് ചെയ്യൂല, ഒരു 1000 രൂപയൊക്കെ ഉണ്ട് ചെക്ക് ചെയ്യാന്. ചെയ്തിട്ട് അത് 6-ല് നമുക്ക് 6 തന്നെയാണ് വേണ്ടത്. അങ്ങനെ 30-40 ഒക്കെ ആയാലേ നമുക്ക് മരുന്ന് ഫലിച്ചു തുടങ്ങുള്ളൂ. വിറ്റാമിൻ ഡി ഒരു 30-40 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മരുന്ന് തന്നെ ഫലിച്ചു തുടങ്ങുള്ളൂ. വേറെ എന്തെങ്കിലും അസുഖത്തിന് മരുന്ന് വെച്ചാൽ തന്നെ അത് നമ്മുടെ ശരീരത്തിൽ ഫലിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വിറ്റാമിൻ ഡി മസ്റ്റ് ആണ്. അത് വെയിലിൽ നിന്നാണ് നമുക്ക് ഇതിന്റെ എല്ലാം ഫലമായിട്ട് പൊണ്ണത്തടിയാവും. എല്ലാവരും വൈറ്റമിൻ ഡി ഒക്കെ, വൈറ്റമിൻ ഡിയുടെ കുറവൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ശരീരത്തിൽ. ഓക്കെ, 1 മിനിറ്റ്. നമ്മുടെ PDF കാണുന്നില്ലല്ലോ. 1 മിനിറ്റ് കേട്ടോ. നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നില്ലല്ലോ? ഓക്കെ ഓക്കെ, ഇല്ല മാം, കാണാൻ പറ്റുന്നില്ല. കണ്ടിരുന്നു.
ഇപ്പൊ ക്ലിയർ ആണോ? കാണുന്നില്ലേ? കാണുന്നുണ്ട്. ക്ലിയർ ആണ് മാം. അപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ശരീരത്തിന് കൂടുതലായിട്ടല്ലേ, അപ്പൊ ഞാൻ കൂടുതലായിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഴിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല അസുഖങ്ങളും ഉണ്ടാവാം. ഫാറ്റി ലിവർ അല്ലെങ്കിൽ എന്താണ് ഫാറ്റുകൾ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എനർജിക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് എന്താണ് നമ്മുടെ ബോഡിയിൽ അതിന് ഫങ്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് വരെയുള്ള ന്യൂട്രീഷനും ധാതു ലവണങ്ങള്, മിനറൽസ്, വൈറ്റമിൻസ് മാത്രം മതി. ബാക്കിയുള്ള ഫുഡ് എന്താണ്? ഫാറ്റ് ആയിട്ട് അവിടെ അടിഞ്ഞു കൂടി കിടക്കുന്നു. ക്ലിയർ ആയോ? അത്രയും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഫുഡ് മാത്രം നമ്മൾ കഴിച്ചാൽ മതി ഓരോ ദിവസവും. അതിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫാറ്റ് ആയിട്ട് അവിടെ അടിഞ്ഞുകൂടി കിടന്ന് നമുക്ക് പല അസുഖങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. The quantity of food eaten is calculated in calories. അതൊന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെച്ചോ. അടയാളപ്പെടുത്താൻ പറ്റില്ല അല്ലെ? നോട്ട് എഴുതുന്നുണ്ടോ നിങ്ങള്? എഴുതിയെടുക്കുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തോ. അപ്പോ എന്താണ്? The quantity of food eaten is calculated in calorie. Okay. The quantity required depends upon various factors such as weight, amount of muscular work a person does, age, sex, climate, etc. The process by which the food is used in the human body is called metabolism. എന്താണ് മെറ്റാബോളിസം എന്ന് പറഞ്ഞാല്? മെറ്റാബോളിസം എന്ന് പറഞ്ഞാല് ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ജീവിയിൽ സംഭവിക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ ഒരു കൂട്ടം, അതിനെയാണ് മെറ്റാബോളിസം എന്ന് പറയുന്നത്. അറിയാത്തവർ ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. ജീവൻ നിലനിർത്താൻ വേണ്ടി ഒരു ജീവിയിൽ സംഭവിക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ ഒരു കൂട്ടം, അതിനെയാണ് മെറ്റാബോളിസം എന്ന് പറയുന്നത്. ഓക്കെ, എഴുതിയെടുത്തോ. എന്താണ് മെറ്റാബോളിസം എന്ന് പറഞ്ഞാല്? ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു ജീവിയിൽ സംഭവിക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ ഒരു കൂട്ടത്തെയാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടം, അതിനെയാണ് നമ്മൾ മെറ്റാബോളിസം എന്ന് പറയുന്നത്. ഇപ്പോ ഞാൻ പറഞ്ഞു എന്താണ്? ഒരു പേഴ്സന്റെ അല്ലെങ്കിൽ ഒരാളുടെ വെയിറ്റിനനുസരിച്ച്, അല്ലെങ്കിൽ ഏജിനനുസരിച്ച്, സെക്സിനനുസരിച്ച്, ക്ലൈമറ്റിനൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ എന്താണ് ഫുഡിന്റെ എമൗണ്ടിൽ നമ്മൾ എന്താണ് അല്ലെ, ക്ലൈമറ്റിനനുസരിച്ച്, ക്ലൈമറ്റ് ഇപ്പൊ ചൂട് കാലത്തൊക്കെ എന്താണ് നമ്മൾ കൂടുതൽ ഫുഡ് കഴിക്കാൻ നമുക്ക് തോന്നുന്നു? ഇല്ലല്ലോ. ഇങ്ങനെയല്ലേ? കൂടുതൽ വെള്ളം കുടിക്കുക അല്ലെ, ദാഹമായിരിക്കും കൂടുതൽ. അതുപോലെ ക്ലൈമറ്റിനനുസരിച്ച്, സെക്സിനനുസരിച്ച്, മെയില് ഫീമെയില്, ഞാൻ പറഞ്ഞില്ലേ കൂലിപ്പണിക്കാരൻ അല്ലെങ്കിൽ എന്താണ് കൂടുതൽ സ്ട്രെയിൻ എടുക്കാതെയുള്ള വർക്ക് ചെയ്യുന്ന ആളൊക്കെ എന്താണ് ഫുഡിന്റെ എമൗണ്ടില്, അവർ കഴിക്കുന്ന എമൗണ്ടിലൊക്കെ വ്യത്യാസം ഉണ്ടാകും. അതാണ് ആ സെന്റൻസിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ സെക്കൻഡ് പാരഗ്രാഫിൽ പറഞ്ഞത് എന്താണ്? നമ്മൾ കൂടുതൽ നമ്മുടെ ബോഡിയില്, ഹ്യൂമൻ ബോഡിയില് നല്ല രീതിയിലുള്ള നോർമൽ ഫങ്ഷനിങ് നടക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല ഫുഡുകൾ കഴിക്കണം, അല്ലെങ്കിൽ ആ ഫുഡ് കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. നല്ല രീതിയിലുള്ള ഫുഡ്, ധാതുലവണങ്ങള്, വൈറ്റമിൻസ്, പ്രോട്ടീൻസ്, മിനറൽസ്, അങ്ങനെ അതുപോലെ തന്നെ അന്നജം, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ കഴിക്കുന്ന ഫുഡിന്റെ അളവ് ഒരു പരിധിയിൽ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? പല രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടാകും അല്ലെ. നസീമ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ഇതൊക്കെയാണ് വൈറ്റമിൻസിന്റെ കുറവ് അല്ലെ. അതുപോലെ എന്താണ് പ്രമേഹം, കൊളസ്ട്രോള്, ഷുഗർ, പ്രഷർ, അങ്ങനെയുള്ള പല രീതിയിലുള്ള അസുഖങ്ങൾ, ഫാറ്റി ലിവർ, അങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കൂടുതൽ ഓവറായിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാല്. ഓക്കെ,
പിന്നെ എന്താണ് പറഞ്ഞത്? ഇപ്പോ നമ്മള് വെയിറ്റിനനുസരിച്ച്, അതുപോലെ തന്നെ സെക്സ്, ഏജ്, ക്ലൈമറ്റിനനുസരിച്ചൊക്കെ ഫുഡ് കഴിക്കുന്ന ഇതിന്റെ എമൗണ്ട് നമ്മൾ വ്യത്യാസപ്പെട്ടിരിക്കും. പിന്നെ മെറ്റാബോളിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു ജീവിയിൽ സംഭവിക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ ഒരു കൂട്ടം, അതിനെയാണ് മെറ്റാബോളിസം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ഇനി നെക്സ്റ്റ് പോർഷൻ ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ്. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു 3 കാറ്റഗറീസ്. 3 രീതിയിലാണ് ഫുഡിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എനർജി സപ്ലൈസ്, ബോഡി ബിൽഡേഴ്സ്, പ്രൊട്ടക്റ്റീവ് ഫുഡ്. 3 രീതിയിൽ ഫുഡിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എനർജി സപ്ലൈസ് എഴുതിയെടുക്കണം കേട്ടോ. എനർജി സപ്ലൈസ്, ബോഡി ബിൽഡേഴ്സ്, പ്രൊട്ടക്റ്റീവ് ഫുഡ്. ഇനി എന്താണ് ഓരോന്നും എന്താണെന്ന് പഠിക്കാം. ഫസ്റ്റ് വൺ ആണ് എന്ത്? എനർജി സപ്ലയേഴ്സ്. എന്താണ്? ഊർജ വിതരണക്കാർ. എനർജി സപ്ലയേഴ്സ് എന്ന് പറഞ്ഞാല് ഊർജ വിതരണക്കാർ. എന്തൊക്കെയാണ് നമ്മുടെ എന്തൊക്കെ ഫുഡ് കഴിക്കണം നമുക്ക് എനർജി കിട്ടാൻ വേണ്ടിയിട്ട്? എന്താണ് എനർജി സപ്ലയേഴ്സ് എന്ന് പറഞ്ഞാല്? ഇതിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എനർജി സപ്ലയേഴ്സ് ഫ്രം എ സിഗ്നിഫിക്കന്റ് പാർട്ട് ഓഫ് അവർ ബോഡി. എന്താണ്? എന്താ പറഞ്ഞത്? ഫസ്റ്റ് സെന്റൻസിൽ എന്താ പറഞ്ഞത്? എനർജി സപ്ലയേഴ്സ് ഫ്രം എ സിഗ്നിഫിക്കന്റ്. സിഗ്നിഫിക്കന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് സിഗ്നിഫിക്കന്റ്? പ്രാധാന്യമുള്ള. പ്രാധാന്യം അല്ലെങ്കിൽ പ്രധാന, അല്ലെ? നമ്മുടെ ബോഡിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് ഊർജ വിതരണക്കാർ അല്ലെങ്കിൽ എനർജി സപ്ലയേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ ഫുഡിലാണ് ഈ എനർജി സപ്ലയേഴ്സ് അടങ്ങിയിരിക്കുന്നത്? ഏതൊക്കെയാണ്? വീറ്റ്. വീറ്റ് എന്താ അറിയാലോ? ഗോതമ്പ്. ഇനി മൈസ് എന്നാണ് കേട്ടോ. അത് MAIZE. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. മൈസ് MAIZE. ചോളം. സ്റ്റാർച്ചി അല്ലെ? സ്റ്റാർച്ചി എന്താ? അന്നജം. വെജിറ്റബിൾസ്, പൾസസ്, ഷുഗർ കെയിൻ, ജഗറി, അതുപോലെ എന്താണ്? ബട്ടർ, ഗീ. ഇതൊക്കെയാണ് എന്ത്? എനർജി സപ്ലയേഴ്സ് എന്ന് പറയുന്നത്. Are some examples of this type of food. എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ. ഏതൊക്കെയാണ് എനർജി സപ്ലയേഴ്സ്? ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഓക്കെ. വീറ്റ്, മൈസ്, സ്റ്റാർച്ചി, വെജിറ്റബിൾസ്, പൾസസ്, sugar cane, etc. Okay. These foods supply energy to the body and keep it warm and active. എന്താണ് ഈ ഫുഡ്? എന്ത് തരുന്നുണ്ട് നമ്മുടെ ബോഡിക്ക്? എനർജി തരുന്നുണ്ട് അല്ലെ? എനർജി പ്രൊവൈഡ് ചെയ്ത് തരികയും അതുപോലെ കീപ് ഇറ്റ് വാം ആൻഡ് ആക്റ്റീവ്. ഊഷ്മളത. വാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഊഷ്മളവും അതുപോലെ തന്നെ നമ്മളെ ബോഡി ആക്റ്റീവ് ആക്കുകയും ചെയ്യുന്നുണ്ട്. എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം അല്ലെ? എനർജി എന്ന് പറഞ്ഞാൽ നല്ല എനർജറ്റിക് ആണെന്ന് പറയാറുണ്ടല്ലേ നമ്മള് ഓരോരുത്തരെയും കാണുമ്പോൾ, ഇല്ലേ? അല്ലെങ്കിൽ ഡാൻസ് പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ നല്ല എനർജി ലെവൽ കളിക്കുന്നുണ്ട് പറയാറില്ലേ നമ്മള്? ഓക്കെ. നമ്മുടെ ബോഡിനെ ആക്റ്റീവ് ആക്കാറുണ്ട്, അതുപോലെ തന്നെ ഊഷ്മളത തരുന്നുണ്ട്, അതുപോലെ നല്ല രീതിയിൽ നമ്മുടെ ബോഡിക്ക് എനർജി സപ്ലയേഴ്സും ഈ ഫുഡുകള് നമുക്ക് നമ്മളിലേക്ക് തരുന്നുണ്ട്. നമ്മുടെ ഹ്യൂമൻ ബോഡിയിലേക്ക് നല്ല രീതിയിൽ എനർജി സപ്ലൈ ചെയ്യുന്നുണ്ട്. ഊഷ്മളവും നമ്മുടെ ബോഡി ആക്റ്റീവ് ആക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? വീറ്റ്, മൈസ്, സ്റ്റാർച്ചി, വെജിറ്റബിൾസ്, പൾസസ്, ഷുഗർ കെയിൻ, ബട്ടർ, ഗീ, എക്സെട്ര. ഓക്കെ ആണോ? പൾസസ് എന്താ? അതൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കടല, പരിപ്പ് അങ്ങനെയുള്ള ഇതുങ്ങൾ കേട്ടോ. ഞാൻ ഉണ്ടോന്നാണ് കേട്ടത്. ഷുഗർ കെയിൻ അറിയാലോ? അറിയാം. കരിമ്പ്. കരിമ്പ്.
ചകിരി എന്താ കരിപ്പെട്ടി അല്ലെങ്കിൽ ശർക്കര കേട്ടോ. ശർക്കര. എഴുതിയെടുത്തോ? ആ ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് എന്ത്? ബോഡി ബിൽഡേഴ്സ്. എന്താണ് ബോഡി ബിൽഡേഴ്സ്? ഒന്ന് വായിച്ചു നോക്കിയേ ബോഡി ബിൽഡേഴ്സ് എന്താണെന്ന്. കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ വലുതാക്കണോ മിസ്? വായിച്ചു നോക്കിയേ. ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഫാക്ട് എന്നാണ് കേട്ടോ. സി ഇല്ല, FAT ആണ് കേട്ടോ. വായിച്ചോ? എന്താണ് ബോഡി ബിൽഡേഴ്സ്? ആർക്ക് പറയാൻ പറ്റും? ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് നൽകുന്ന ഫുഡുകളാണ്. പിന്നെ എക്സാമ്പിൾ എന്തൊക്കെ പറയാൻ പറ്റും നമുക്ക്? പാല്, മുട്ട, മീന്, നട്സ് അല്ലെ? പരിപ്പ്, നട്ട്സും. ഓക്കെ, പറയട്ടെ. ബോഡി ബിൽഡേഴ്സ്. This type of food contain nutrients which are required to make the body and replace one outside tissues. Meat, fish, milk and fat products. Fat in the FAT ആണ് ട്ടോ. Fat products. Dried beans, peas, nuts, cereals, etc. belong to this category. അപ്പൊ ബോഡി ബിൽഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങള് നമുക്ക് ശരീരത്തിന് പോഷകങ്ങള് എന്ത് തരുന്നുണ്ട്? പോഷകങ്ങള് തരുന്നുണ്ട് അല്ലെ? നമ്മുടെ ഇങ്ങനെയുള്ള ഫുഡുകള് മീറ്റ്, ഫിഷ്, മിൽക്ക്, ഫാറ്റ് പ്രൊഡക്റ്റ്, ബീൻസുകൾ അല്ലെ, ഡ്രൈഡ് ബീൻസുകൾ, പുഴുങ്ങിയിട്ടുള്ള ബീൻസുകൾ, അതുപോലെ തന്നെ നട്ട്സുകള്. സെറിൽസ് എന്താ? ധാന്യങ്ങൾ കേട്ടോ. ധാന്യങ്ങള്. ഇതൊക്കെ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് എന്ത് തരുന്നുണ്ട്? പോഷകങ്ങൾ കിട്ടുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ റീപ്ലേസ് വോൺ ഔട്ട് ഇഷ്യൂസ്. എന്താ ഉദ്ദേശിക്കുന്നത്? അത് നമ്മുടെ ശരീരത്തിൽ ഇപ്പോ ടിഷ്യൂ ഒക്കെ ഉണ്ടാവില്ലേ? ടിഷ്യൂസ്, കലകള്, അതൊക്കെ ചിലപ്പോ നശിച്ചു പോവാം അല്ലെ? നശിച്ചു പോവാം. അപ്പൊ ആ നശിച്ചു പോകുന്ന കലകളെയൊക്കെ ഒന്നും കൂടി അത് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബോഡി ബിൽഡേഴ്സ് സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? നമ്മുടെ ശരീരത്തിന് ബോഡി ബിൽഡേഴ്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തില് ടിഷ്യൂസ്, ആ ഈ കലകള് നശിച്ചു പോകാം. അങ്ങനെ നശിച്ചു പോകുന്ന ഈ കലകളെ ഒന്നും കൂടി ബിൽഡപ്പ് ചെയ്ത് റീപ്ലേസ് ചെയ്തെടുക്കാനായിട്ട് ബോഡി ബിൽഡേഴ്സ് സഹായിക്കുന്നുണ്ട്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? മീറ്റ്, ഫിഷ്, മിൽക്ക്, ഫാറ്റ് പ്രൊഡക്റ്റ്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക കേട്ടോ. നട്ട്സ്, ഇതൊക്കെയാണ് ബോഡി ബിൽഡേഴ്സിൽ വരുന്നത്. ക്ലിയർ ആയോ? എഴുതിയെടുത്ത് കഴിഞ്ഞോ നിങ്ങള്? സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണോ കേട്ടോ.
എഴുതി കഴിഞ്ഞാൽ തമ്പിടനെ നെക്സ്റ്റ് പറയാനായിട്ടാണ്. മാം നെക്സ്റ്റ് പറഞ്ഞു. പറഞ്ഞോട്ടെ, എല്ലാവരുടെയും കഴിഞ്ഞോ? ഓക്കെ. പ്രൊട്ടക്റ്റീവ് പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്താ? പ്രൊട്ടക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംരക്ഷിക്കുക അല്ലെ. പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുറത്തു നിന്നും വരുന്ന രോഗാണുക്കളെ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കാനായിട്ട് അവരെ പ്രതിരോധിക്കുന്നുണ്ട്. പുറത്തു നിന്നും വരുന്ന രോഗങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നു. അതാണ് പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് ചെയ്യുന്നത്. ഓക്കെ. നമ്മുടെ ശരീരത്തില് കടക്കാൻ വേണ്ടിയിട്ട് പുറത്തു നിന്നും വരുന്ന രോഗാണുക്കളെ എന്താണ് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്ന ഫുഡ്സ് ആണ് എന്ത്? പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്ന് പറയുന്നത്. The protective foodstuff contain protective essential substance. Vegetables, fresh fruits, green leafy fish, milk, egg, etc. include protective essence. Okay. Protective foods എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുറത്തു നിന്നും വരുന്ന രോഗങ്ങളിൽ നിന്നും തടയുന്നു അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കുന്നതാണ് പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഏതൊക്കെയാണ് പ്രൊട്ടക്റ്റീവ് ഫുഡ്സിൽ വരുന്നത്? വെജിറ്റബിൾസ്, ഫ്രഷ് ഫ്രൂട്ട്സ്, ഗ്രീൻ ലീഫി, ഫിഷ്, മിൽക്ക്, എഗ്. എഗ്. ഗ്രീൻ ലീഫി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇലക്കറികൾ. സ്പിനാച്ച് അല്ലെ, അങ്ങനെയുള്ള ക്യാബേജ്, ഇലക്കറികൾ. ക്ലിയർ ആയോ? ഇത്രയും വരെ എടുത്തത് ഓക്കെ ആണോ? ക്ലിയർ ആയി മിസ്. ഓക്കെ ആണല്ലേ? ഇങ്ങനെ ക്ലാസ് എടുത്താൽ മതിയോ? നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? മേഡം ഡൗട്ട് ഉണ്ട്. ആണോ? മേഡം പറഞ്ഞേ ബോഡിയിലുള്ള നമ്മുടെ കലകള് പറഞ്ഞ അത് എന്താന്ന് മനസ്സിലായില്ല. കല പറഞ്ഞിട്ടൊരു വേർഡ്. കോശം, കല, അതൊക്കെ പഠിച്ചിട്ടുണ്ടോ? കോശം, കല, സെൽസ്. മനസ്സിലായോ? അതൊക്കെ പോകാം. അങ്ങനെ നശിക്കുമ്പോ അത് ബിൽഡപ്പ് ചെയ്തെടുക്കാനായിട്ട് സഹായിക്കും. മനസ്സിലായില്ല പറഞ്ഞത്. മനസ്സിലായി. കല എന്ന് പറഞ്ഞപ്പോ മനസ്സിലായില്ല. ഇനി ഒരു ആക്ടിവിറ്റി തരാം മിസ് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചെയ്തുകൊണ്ട് വന്നാൽ മതി. ഒരു ബുക്കിൽ ചെയ്താൽ മതി കേട്ടോ നിങ്ങള്. അപ്പൊ അല്ലെങ്കിൽ ആക്ടിവിറ്റി ഒക്കെ തരുമ്പോ A4 ഷീറ്റിൽ അല്ലെങ്കിൽ ഓരോ ഷീറ്റിലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ A4 ഷീറ്റ് അറിയാലോ? A4 ഷീറ്റ് അറിയോ നിങ്ങൾക്ക്? ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ നഷ്ടപ്പെട്ടു പോകാം. അതുകൊണ്ടാണ് മിസ് ബുക്കിൽ ചെയ്താൽ മതി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ബുക്ക് അധികം വലുതും അല്ല അധികം ചെറുതും അല്ല, ഒരു മിഡിൽ ടൈപ്പ് എടുക്കാം. എന്നിട്ട് നിങ്ങള് കാലത്ത് എത്ര മണിക്ക് എഴുന്നേറ്റു, ഫുഡ് കഴിച്ചു, നിങ്ങളുടെ ഒരു ഡെയിലി റുട്ടീൻ അത് തയ്യാറാക്കി കൊണ്ടുവരാം. മനസ്സിലായോ? ഒരു ദിവസത്തെ ഡെയിലി റുട്ടീൻ എഴുതി കൊണ്ടുവരാം കേട്ടോ. ഓക്കെ മാം. മാം മലയാളത്തിൽ തന്നെയല്ലേ? ഫുഡിന്റെ അല്ലേ മാം? ഫുഡിന്റെ അല്ലേ? ഫുഡ് നിങ്ങൾ എത്ര മണിക്ക് എഴുന്നേറ്റു, ബ്രേക്ക്ഫാസ്റ്റ് എപ്പോ കഴിച്ചു, ലഞ്ച് എപ്പോ കഴിച്ചു, ഡിന്നർ എപ്പോ കഴിച്ചു. ഇപ്പൊ നോമ്പല്ലേ? അയ്യോ, നോൻപിന് മുൻപ് നിങ്ങൾ എപ്പോഴാണ് ചെയ്യുന്നത്? പിന്നെ വൈകുന്നേരം. ഓക്കെ ഓക്കെ. മുസ്ലിം കുട്ടികൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ബാക്കിയുള്ള ആളുകള് എത്ര മണിക്ക് കഴിച്ചു, എത്ര മണിക്ക് എഴുന്നേറ്റു എന്നുള്ളതൊക്കെ എത്ര മണിക്കാണ് ടൈം ബ്രേക്ക്ഫാസ്റ്റ് എപ്പോ കഴിച്ചു, ഇതാണ് കഴിച്ചത് എന്നുള്ളത് കേട്ടോ. മാഡം മലയാളത്തിൽ ഇംഗ്ലീഷിൽ ചെയ്താൽ മതി. ഇംഗ്ലീഷിൽ കേട്ടോ ചെയ്ത് നോക്ക്.
മിസ് നമുക്ക് എക്സാം ഇംഗ്ലീഷിലാണോ? എക്സാം ഇംഗ്ലീഷിലാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് കേട്ടോ. മിസ് ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് തരും. ഒരു 4 ഇതുണ്ടാവും, ഓപ്ഷൻസ് ഉണ്ടാവും. ഇംഗ്ലീഷിൽ വീക്ക് അതുകൊണ്ടാണ് ചോദിച്ചത്. എന്താണ് ഇംഗ്ലീഷിൽ വീക്ക് ആണോ? അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇംഗ്ലീഷ് മിസ്റ്റേക്ക് ഇല്ലേ നിങ്ങൾക്ക്? മിസ് ഈ ആക്ടിവിറ്റി എഴുതാൻ വേണ്ടി നമ്മൾ വേറൊരു ബുക്ക് വാങ്ങി അതിലാണോ ആക്ടിവിറ്റീസ് മാത്രം ചെയ്യേണ്ടത്? ആക്ടിവിറ്റി അതിനകത്താണ് ചെയ്യേണ്ടത്. നമ്മുടെ സൺഡേ റൊട്ടീൻസ് ആണോ എഴുതേണ്ടത്? അത് നമ്മുടെ ഫുൾ ആക്ടിവിറ്റി എന്താണെങ്കിൽ അതാണോ എഴുതേണ്ടത്? ഒരു ഡെയിലി റൂട്ടീൻ ആണോ മാത്രമാണോ എഴുതേണ്ടത്? അതോ നമ്മള് എന്താ ചെയ്യണേ അങ്ങനെ എഴുതണോ? എത്ര മണിക്ക് എഴുന്നേറ്റു, എപ്പോ ഫുഡ് കഴിച്ചു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ഇടച്ചിടങ്ങളിലൊക്കെ വരുന്നുണ്ടായിക്കില്ല, ഫുഡിനെ കുറിച്ചിട്ടാണ് എഴുതേണ്ടത്. ഫുഡിന്റെ കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. ഓക്കെ ഓക്കെ. ഇനി ഡൗട്ട് ഉണ്ടോ? ഇനി ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയോ? ഉണ്ടോ? ഒരു ഡൗട്ട് ഉണ്ട്. A4 എഴുതിയാ പോരെ മിസ്സേ? A4 ഷീറ്റിൽ എഴുതി കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോവോ? അല്ലെങ്കിൽ ബുക്കായിരിക്കും മിസ്സേ നല്ലത്. ബുക്കിൽ ചെയ്താൽ മതിയോ നിങ്ങൾക്ക്? ബുക്കിൽ മതി മിസ്, അതായിരിക്കും നല്ലത്. മിസ് പറഞ്ഞ പോലെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ക്ലാസ്സിൽ എഴുതുന്ന എഴുതിയാ മതിയോ? ക്ലാസ്സിൽ എഴുതുന്ന ബുക്കല്ലോ എഴുതാനല്ലേ? ഓക്കെ ഓക്കെ. വേറൊരു പുതിയ ബുക്ക് വാങ്ങിച്ചിട്ട് ഓക്കെ ഓക്കെ. ക്ലിയർ ആയോ? ഇതില് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഒരാള് പറയോ? നസീമയാണോ പറഞ്ഞത്? മനസ്സിലായില്ല. മോക്ക് ടെസ്റ്റിന് വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഐ മീൻ എനർജി സപ്ലയർ, ബോഡി ബിൽഡർ പറഞ്ഞില്ലേ, ബോഡി ബിൽഡേഴ്സ്, പ്രൊട്ടക്റ്റീവ് ഫുഡ്, ഇത് ഏതാന്ന് തരംതിരിക്കാൻ അങ്ങനെയൊക്കെ ആവും ഉണ്ടാവുക? ഓക്കെ, തരംതിരിക്കാനുണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ നോക്കിയേ, കാണിച്ചു തരാം കേട്ടോ. ഐഡന്റിഫൈ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ്സ്. എന്തൊക്കെയുണ്ട്? എനർജി സപ്ലൈസ് ഉണ്ട്, ബോഡി ബിൽഡേഴ്സ് ഉണ്ട്, പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് ഉണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു ഇതും കൂടി ഉണ്ടാവും, ഓപ്ഷനും കൂടി ഉണ്ടാവും, ഓൾ ഓഫ് ദി ദീസ് അല്ലെങ്കിൽ ഓൾ ഓഫ് ദി എബവ്. എന്താ നിങ്ങൾ എഴുതാ? ഓൾ ഓഫ് ഉണ്ട്, ബോഡി ബിൽഡേഴ്സ് ഉണ്ട്, പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? ഫുഡിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് അല്ലെ? അപ്പൊ ഓൾ ഓഫ് ദി അബവ് അല്ലെങ്കിൽ ഓൾ ഓഫ് ദീസ് എന്നുള്ളത് ഉണ്ടെങ്കിൽ ഓൾ ഓഫ് ദീസ് എന്ന് കൊടുക്കണം. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അത് എല്ലാം ഉൾപ്പെടുന്നുള്ളതാണ് അല്ലേ? ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻസ് വരുന്നത് എങ്ങനെയാണ് ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഇനി എന്തെങ്കിലും ഈ മിസ് ഇട്ട് തരുന്ന ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചാൽ മതി, മിസ് പറഞ്ഞുതരാം കേട്ടോ. ഇത് ഈ ചാപ്റ്റർ എടുത്ത് കഴിയുമ്പോഴും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ ആണോ? നമ്മള് വീട്ടിലെ പേപ്പറിലാണോ എഴുതേണ്ടത് അതോ ഫോണിൽ തന്നെയാണോ? എന്താണ് ആക്ടിവിറ്റി ആണോ? ആക്ടിവിറ്റി ബുക്കിൽ ചെയ്താൽ മതി കേട്ടോ. അല്ല മിസ്സേ, മോക്ക് ടെസ്റ്റ് നടക്കുമ്പോ നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ തന്നെ അതിന് ലിങ്ക് വരികയാണോ ചെയ്യാന്ന് ചോദിച്ചു. ഓക്കെ. മിസ്, ഈ ആക്ടിവിറ്റിയില് ഓൺലി ഫുഡിന്റെ കാര്യം മാത്രമേ പാടുള്ളൂ എന്നല്ലേ? അല്ലെ രാത്രി വരെയുള്ളേ? ഫുഡ് മാത്രം മതി. കാരണം നമ്മൾ ഫുഡിനെ കുറിച്ചാണല്ലോ പഠിക്കുന്നത്. അപ്പൊ ഈ ഫുഡ് എന്തൊക്കെ കഴിച്ചു എന്നുള്ളതും വേണോ അതോ ടൈമും മാത്രമാണോ? ടൈമും എത്ര മണിക്ക് എഴുന്നേറ്റു, പിന്നെ ബ്രഷ് ചെയ്തതിന്റെ നിങ്ങൾ എഴുതിക്കോളൂ വേണമെങ്കിൽ. പിന്നെന്താണ് എന്താ കഴിച്ചുള്ളതും കൂടി എഴുതിക്കോളൂ. ഓക്കെ ഓക്കെ. ഇഷ്ടത്തിന് വിട്ടുതരുന്നിരിക്കണം, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്തോളൂ.
ഇനി ആരാ സൈൻ ഔട്ട് ആരാ? ഇത്രയും വരെ ന്യൂസ് എടുക്കുന്നുള്ളൂ കേട്ടോ. വൈൻഡ് അപ്പ് ചെയ്യാം. ടൈമായി. സൈൻ ഔട്ട് ഞാൻ മുംതാസ്. ഓക്കെ, മലയാളത്തിൽ പറയണോ ഇംഗ്ലീഷിൽ പറയണോ? ഇംഗ്ലീഷിൽ തുടങ്ങിയോളൂ. ഇംഗ്ലീഷിൽ പറഞ്ഞോ. ഇംഗ്ലീഷിലല്ലേ? ഫസ്റ്റ്, good afternoon, ma'am and my dear friends. I am here present sign off. Good afternoon, ma'am and my dear friend. As the class has come to an end, I would like to thank our class teacher, Mildrose Miss, for an amazing class. Thank you, ma'am, for your hard work today class. We have discussed about daily routine from the activity. We also discuss about the importance of food nutrition and balanced diet, the necessity of food habit, the food that we should be fed to children for the growth and development, the harmful effect of exercise in fake food. കറക്റ്റ് ആണോ പറയണത്? ആ, കുഴപ്പമില്ല, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇങ്ങനല്ലേ തെറ്റിയാണ് പഠിക്കുന്നത് അല്ലേ? The factors that should be denoted intake, taken of food, metabolism and classification of food. You have provided example that make us understanding. Thank you, ma'am, for giving us the knowledge easily and effectively. I would like to thank you all for your active participation and thoughtful contribution throughout class. And I am excited to see what we can explore in the next session. Until then, I wish you a great day. Thank you, ma'am. ഓക്കെ, നന്നായിട്ട് പറഞ്ഞു കേട്ടോ. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഒരു വെപ്രാളം. പിന്നെ പ്രത്യേകിച്ച് അനഫീംതാക്കും ഒരു കൺഗ്രാജുലേഷൻ, ഒരു അഭിനന്ദനങ്ങൾ പറയുന്നുണ്ട്. കാരണം വെച്ചാൽ ഷിത്ത പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നില്ല, വിദ്യാഭ്യാസം കുറഞ്ഞത്. കാരണം വെച്ചാൽ ഇവിടെ ഇപ്പൊ ഈ സ്മാർട്ട് ശ്രീയില് നമ്മളെല്ലാവരും ഒരേ എഡ്യൂക്കേഷനാണ് അല്ലേ? ആരും വേർതിരിച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും ഒരേ കാര്യത്തിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടവരാണ്. അപ്പൊ ഇത്താനോട് യാതൊരുവിധ നോളജ് കുറവുണ്ടെന്നൊന്നും വിചാരിക്കേണ്ട. എല്ലാവരും തുല്യരാണ് ഈ പ്ലാറ്റ്ഫോമിൽ. ഞാനായാലും പെർഫെക്റ്റ് ഒന്നുമല്ല, അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ. നമ്മളെല്ലാവരും അങ്ങനൊന്നും വിചാരിക്കരുത്. അപ്പൊ പ്രയർ പറഞ്ഞവർക്കും നന്ദി, എല്ലാവർക്കും നന്ദി. ഒരുപാട് ആശംസ. അടുത്ത ക്ലാസ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു മിസ്.